ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ വീഡിയോ ആണ്. തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ബുർജ് ഖലീഫയുടെ ടോപ്പ് വ്യൂവിൽ പോയിട്ട് അവിടെ നിന്നുള്ള കുറച്ച് വ്യൂ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ദുബായ് മോളിൻ്റെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും വാട്ടർ ഫൗണ്ടനിൻ്റെ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന മ്യൂസിക് വേറെയാണ്. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ കോപ്പിറൈറ്റ് ഇല്ലാത്ത ഒരു മ്യൂസിക് എടുത്തിടുക. ഇതിൻ്റെ ഒറിജിനൽ മ്യൂസിക് ആയിരിക്കുമല്ലോ കേൾക്കുന്നത്. പിന്നെ ആ സമയത്ത് അവിടുത്തെ അതായത് നമ്മൾ ആ വാട്ടർ ഫൗണ്ടൻ്റെ കണ്ടില്ലേ, ആ ഒരു കനാലാണിത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ബോട്ട് സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നിട്ട് പിന്നെ ഇവിടുന്ന് കുറച്ച് നേരം ഒന്ന് നിന്ന്, കാരണം നമുക്ക് 9 മണിക്കായിരുന്നു ടോപ്പിലേക്ക് പോകാനുള്ളതിൻ്റെ പാസ് കിട്ടിയത്. പിന്നെ അവിടുന്ന് കാരണം 8:45 നമുക്ക് ലേസർ ഷോയും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലേസർ ഷോയും കൂടെ കണ്ടിട്ട് അങ്ങനെ മുകളിലോട്ട് കയറാം എന്നുള്ള രീതിയിലാണ് നമ്മളങ്ങനെ നിന്നത്. അപ്പം ആ സമയത്താണേലും ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു ആ സമയത്ത്. പക്ഷെ എന്നാലും നല്ലൊരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു അത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഉള്ളിലേക്ക് കയറി. അവിടെ എൻട്രൻസ് തന്നെ ഇങ്ങനെയാണ്. ബുർജ് ഖലീഫേൻ്റെ ഉള്ളിലേക്ക് കയറുന്നിടത്ത് അവിടെ തന്നെ നമ്മളുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ ഒരാളുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അവരൊരു ലൈനിലൂടെ നമ്മളെ കയറ്റി അകത്തോട്ട് ഇടുക. കയറി കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഗേറ്റിൽ കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ളതെല്ലാം, അതായത് ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട്.
പിന്നെ ഇവിടുന്ന് ഇനി അങ്ങോട്ടുള്ളത് നമ്മുടെ ബുർജ് ഖലീഫ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈം മുതലുള്ള സ്റ്റോറീസ് അവരിങ്ങനെ ആ 2 സൈഡ് വാളിലും അത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ മെൻഷൻ ചെയ്ത് അതൊരു സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടുണ്ട്. ഇതിപ്പം 2004 2005 ആ സമയത്തൊക്കെ ബുർജ് ഖലീഫ എത്രത്തോളം ഡെവലപ്പായി അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേജ് എവിടെയായിരുന്നു ഇതൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൻ്റെ അടുത്തെത്തി. ഇവിടെ ഈ കാണിക്കുന്ന ആ ഓരോ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഓരോ ഫ്ലോറാണ്. അതായത് ഒരു സെക്കൻഡിൽ തന്നെ ഒരു സെക്കൻഡാന്ന് വിചാരിക്കണേ, സെക്കൻഡിൽ 1ഉം 2ഉം ഫ്ലോറൊക്കെയാണ് ഈ ലിഫ്റ്റ് പോകുന്നത്. ആ ലിഫ്റ്റ് പോകുന്ന എത്ര മീറ്റർ പെർ അവറിലാണ്, അതുപോലെ ഇപ്പുറത്തെ എത്ര സെക്കൻഡിലാണ് ഓരോ ഫ്ലോറും പോകുന്നത്, ഇതാണ് ഇതിൽ കാണിച്ചുകൊണ്ടുള്ളത്. ആ 72 73 അങ്ങനെ കാണുന്നത് ലിഫ്റ്റ് പോകുന്നത് അപ്പും ഡൗണും വരുന്നതും പോകുന്നതുമാണ് അതിൻ്റെ അകത്ത് ആ നമ്പേഴ്സായിട്ട് കാണുന്നത്. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് നിന്നാൽ നമുക്ക് ആ ഒരു ഫീലിംഗ് ഒന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ അത്രയും സ്പീഡിലാണ് മുകളിലോട്ട് പോകുന്നതെന്നോ ഒന്നുമില്ല. ഇതാണ് ലിഫ്റ്റിലെ ഡിസ്പ്ലേ. അകത്ത് കയറി കഴിഞ്ഞാൽ ഇതുപോലൊരു സ്ക്രീനുണ്ട്. ഈ സ്ക്രീനിൽ ഇപ്പോൾ അവിടെ 1 2 3 കാണുന്നില്ലേ, അവിടെ ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ എത്രാമത്തെ ഫ്ലോറിലെത്തി എന്നുള്ളത്. അങ്ങനെ നമ്മളിപ്പം 124 ഫ്ലോറിലുള്ള ആ 124 ഫ്ലോറിൽ നിന്ന് കാണുന്ന ദുബായിയുടെ വ്യൂ ആയത്. പ്രത്യേകിച്ച് നൈറ്റും കൂടെ ആയതുകൊണ്ട് ആ ഒരു ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് നല്ല രസമുണ്ടായിരുന്നു ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. കാരണം മുഴുവൻ ദുബായും ലൈറ്റ് ഇട്ടിട്ട് നമുക്ക് ഓരോ സ്ഥലം കാണുമ്പോഴത്തേക്കും ഇതിപ്പോൾ ആ താഴത്തെ ആ കനാലാണ് കാണുന്നത്. അതുപോലെ ഓരോ ഭാഗങ്ങളും നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു മേലേന്ന്. പിന്നെ ഇതിൻ്റെ മേലേന്ന് മുകളിലോട്ട് ഇനിയിപ്പം ഇത്രയും കൂടെ ഉള്ളൂ ബുർജ് ഖലീഫയുടെ ടോപ്പ് എന്ന് പറയുന്നത്. അത്രയും മുകളിൽ നമ്മൾ എത്തിയിട്ടായി. ഇവിടെ നമുക്ക് ഒരു ഫ്ലോറും കൂടെ നമുക്ക് ബൈ സ്റ്റെപ്പ് മുകളിലോട്ട് കയറാൻ പറ്റും. ഫ്ലോറിൽ, അതായത് 124 നിലയിൽ നമുക്ക് അങ്ങനെ റൗണ്ട് അടിച്ച് ഫുള്ള് 360 ഡിഗ്രി നമുക്ക് നടന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ ബിൽഡേഴ്സിൻ്റെ മെയിനായിട്ട് ആൾക്കാരുടെ ഫോട്ടോസൊക്കെയാണ്. അങ്ങനെ എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നാണ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നിങ്ങളുടെ കമൻസും എല്ലാം ഞങ്ങളെ അറിയിക്കുക. Thank you for watching.